അന്ന് സേലത്ത് നിന്ന് ഉദ്ദേശം രാത്രി 12 മണിക്ക് ബസ് സ്റ്റാൻഡിലെത്തി. എനിക്ക് അവിടെയാണ് കോയമ്പത്തൂർക്ക് പോകേണ്ടതുണ്ട്, സേലം ടു കോയമ്പത്തൂർ. അപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി നോക്കിയ സമയത്ത് ഒരു ബസ് കാര്യമായി നിൽക്കുന്നുണ്ട്. ആരും അതിൽ കയറിയിട്ടില്ല. അതാണ് ആദ്യം അവിടുന്ന് പോകുന്ന ബസ്സെന്ന് മനസ്സിലായി. സേലത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് ഞാൻ അതിൽ കയറി. രണ്ടാമത്തെ സീറ്റിൽ വിൻഡോ സൈഡിൽ ഇരുന്നു. പ്രത്യേകിച്ചും സാധാരണയായിട്ട് നമ്മൾ ആര് കയറുകയാണെങ്കിലും ബസ്സിലൊക്കെ കയറുകയാണെങ്കിൽ വിൻഡോ സൈഡ് കിട്ടുകയാണെങ്കിൽ ബസ്സിലായാലും ട്രെയിനിലായാലും വിൻഡോ സൈഡാണ് എല്ലാവർക്കും ഇഷ്ടം. വിൻഡോ സൈഡിലാണ് മാക്സിമം ഇരിക്കുള്ളൂ. അതൊരു നമ്മുടെ സ്വഭാവമാണ്. മാക്സിമം ആളുകളുടെ വിൻഡോ സൈഡ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ വിൻഡോ സൈഡിലിരുന്നു. കുറച്ച് കഴിഞ്ഞു ആരും കയറുന്ന കാണാനില്ല. ബസ് 12 മണിക്കല്ല, 12:30, 1 മണി, 12:30 കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വന്നിരിക്കുള്ളൂ. അതുവരേക്ക് ആൾക്കാരെ അതിൻ്റെ സമയം ചോദിച്ചു പോയിട്ട് ചായക്കടയിലും മറ്റ് സ്ഥലങ്ങളിലും ചായ കുടിച്ചിട്ടും സിഗരറ്റ് വലിച്ചിട്ടും, അന്ന് ധാരാളം ആൾക്കാർ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സിഗരറ്റ് വലിച്ചിട്ടും അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഏകദേശം ബസ് സ്റ്റാർട്ടാവുന്നതിന് 5 മിനിറ്റ് സമയത്താണ് ആൾക്കാർ ബസ് കയറുള്ളൂ. അങ്ങനെയാണ് ആ സമയങ്ങളിലും. ഇപ്പോഴും ഒരു പക്ഷേ അങ്ങനെ തന്നെയാണ്. ആ സമയത്തെ ആൾക്കാർ കയറുള്ളൂ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഞാനിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് വന്നിരുന്നു. ആ ബസ് കംപ്ലീറ്റ് കാലിയാണ് കേട്ടോ, ആരുമില്ല. ആ ബസ്സിൽ ഞാനും ആ വ്യക്തി മാത്രമേ ഉള്ളൂ. ഈ വന്ന വ്യക്തി ടിപ്പ് ടോപ്പ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ഫുൾ സ്ലീവ് ഷർട്ടാണ്, 4 പേരിൽ മോതിരമുണ്ട്, കഴുത്തിൽ നല്ലൊരു ചെയിനുണ്ട്, സ്വർണ്ണ ചെയിൻ, കയ്യിൽ കട്ടിയുള്ളൊരു വാച്ചുണ്ട്, നല്ല ഷൂ, പോളിഷ് ചെയ്ത ഷൂ ആണ്. ഈ വ്യക്തി അവിടെ വന്നിരുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചു, ബസ് ഇത്രയും കാലിയായിരിക്കുന്ന സമയത്ത് ആര് വരികയാണെങ്കിലും മാക്സിമം ആൾക്കാർ ശ്രമിക്കുന്നത് ഒറ്റയ്ക്കുള്ള സീറ്റിൽ പോയിരിക്കുക, അല്ലെങ്കിൽ വിൻഡോ സീറ്റിൽ പോയിരിക്കുക. അങ്ങനെ അപരിചിതരുടെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒന്നാമത്തെ സംശയം എനിക്ക് അവിടെ വന്നു, എന്തുകൊണ്ടാണ് അയാൾ ഇത്രയും കാലിയായിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു എന്നുള്ളത്. ഓക്കെ, നല്ലത്, സംസാരിച്ച് പോകല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞു പോകാൻ, രാത്രി ഉറക്കം വരില്ല, നല്ലതാണ്, ഇരുന്നോട്ടെ. അങ്ങനെ അയാൾ എൻ്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തു. അയാളുടെ ബ്രീഫ് കേസ് അരിസ്റ്റോക്രേറ്റ് ആണ്, എൻ്റെ ബ്രീഫ് കേസും അരിസ്റ്റോക്രേറ്റ് ആണ്. അന്ന് ബിസിനസ്സുകാരും സാധാരണ ഉപയോഗിക്കുന്ന ഈ ബ്രീഫ് കേസുകൾ അരിസ്റ്റോക്രേറ്റോ സഫാരിയോ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡ് ആയിരിക്കും. അന്നത്തെ കാലത്ത് അതാണ് ഏറ്റവും വലിയ പ്രധാനം. VIP, അതിനുശേഷം VIP വന്നിട്ടുണ്ട്. 3 ബ്രാൻഡാണ് അന്നുള്ളത് ഈ ബ്രീഫ് കേസുകളിൽ. അപ്പോൾ എൻ്റെയും അയാളുടെയും ബ്രീഫ് കേസ് അരിസ്റ്റോക്രേറ്റ് ആണ്. രണ്ടും സെയിം ആണ്, കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല ആരുടെ ഏതാണെന്നുള്ളത്. അപ്പോൾ അന്നത്തെ കാലങ്ങളിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ ആൽഫബറ്റിക്കുമായിട്ട് ഒട്ടിക്കാറുള്ളത്. എന്നിട്ട് ആ തുറക്കുന്ന ഭാഗത്ത് പേരെന്തെങ്കിലും ആൽഫബറ്റിൽ എഴുതിയേക്കും, P-ന്നോ C-ന്നോ എന്തെങ്കിലും ആ 2 ഭാഗത്തും എഴുതിയേക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേയൊക്കെ ബ്രീഫ് കേസുകൾ തിരിച്ചറിയുന്നത്. അല്ല, എല്ലാം പുതിയ ബ്രീഫ് കേസുകൾ കമ്പനി നടക്കുന്ന എല്ലാം ഒരേപോലെ തന്നെയാണ്. അതൊന്നും കണ്ടാൽ തിരിച്ചറിയില്ല, ചാവിക്ക് വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത് വന്നിരുന്നു. അതിനുശേഷം ബസ് ആൾക്കാരെല്ലാം നിറഞ്ഞു. 12 മണിക്ക് ബസ് സ്റ്റാർട്ടായി. ബസ് സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അയാൾ എന്നോട് ചോദിച്ചു, സാർ എവിടെ നിന്നാണ് വരുന്നത്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡൽഹി ബേസ്ഡാണ്, ബിസിനസ്മാനാണ്, കോയമ്പത്തൂരിനാണ് പോകുന്നത്. വ്യക്തമായിട്ട് സത്യസന്ധമായ രീതിയിലെല്ലാം ഉത്തരങ്ങളും പറഞ്ഞു, കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഞാൻ അയാളോട് ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ആ പറഞ്ഞു, ഞാൻ രാജസ്ഥാനിയാണ്, ഞാനിപ്പോൾ ഇവിടെ വന്ന് SKF എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, SKFൻ്റെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? കോയമ്പത്തൂരിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് സേലത്ത് താമസിക്കുന്ന ആൾ കോയമ്പത്തൂർ എന്തിനാ രാത്രി പോകുന്നത്, രാവിലെ പോയാൽ പോരെ? അല്ല, അവിടെ പോയിട്ട് കുറച്ച് വർക്ക് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് രാത്രി പോകുന്നത്. അപ്പോൾ ഇയാൾ SKFൻ്റെ ആളാണെന്ന് പറഞ്ഞപ്പോൾ, SKF കമ്പനി ഉണ്ടാക്കുന്ന ബെയറിങ്ങുകളാണ്. അപ്പോൾ SKF ആയിട്ട് എനിക്കും കോൺടാക്റ്റ് ഉണ്ട്, എൻ്റെ ഐറ്റങ്ങളായിട്ടും കുറച്ച് കോൺടാക്റ്റ് ഉണ്ട്, ഞങ്ങളും അവരായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ബെയറിങ്ങിൻ്റെ നമ്പറുകൾ, അവരുടെ ബെയറിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം, SKFൻ്റെ. അപ്പം ഞാൻ അവരോട് അയാളോട് കുറച്ച് നമ്പറുകളെ പറ്റി ചോദിച്ചു. ഈ നമ്പറുകൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിങ്, ഏത് രീതിയിലുണ്ട്,
എന്നാൽ അയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അയാൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. അത് എൻ്റെ ഏട്ടനാണ് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ കോണ്ടാക്ട് ചെയ്യുക, മീറ്റിംഗ് നടത്തുക, എത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്പെസിഫിക്കും അതുപോലെ തന്നെ ഈ സയൻറ്റിഫിക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കലും ഇതൊക്കെ അറിയണമെങ്കിൽ അതെൻ്റെ ബ്രദറിനെ അറിയുള്ളൂ, അത് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സംശയം എനിക്ക് അവിടെയായി. ഒരു വ്യക്തി ഏതായിട്ടിനാണ് പോകുന്നത് അതിനെപ്പറ്റി അയാൾക്ക് വ്യക്തതയില്ല. രണ്ട് സംശയങ്ങൾ വന്നു. എന്നാലും ശരി, മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നീട് ഞങ്ങൾ സംസാരിച്ച് പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വിദ്വാൻ കാലിൻ്റെ അടിയിൽ ഷൂസിൻ്റെ അവിടെയുള്ള സോക്സിൻ്റെ ഉള്ളിൽ നിന്ന്, സോക്സ് ഇട്ട ഭാഗത്ത് നിന്ന് ഒരു ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തു. ഞാൻ നോക്കുന്നു, ഞാൻ ഇടത്ത ഭാഗത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് സോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തു. ബിസ്ക്കറ്റ് പാക്കറ്റ് ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റാണ്. ആ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയിൽ നിന്ന് ആദ്യത്തെ ബിസ്ക്കറ്റ് അയാൾ എടുത്ത് കഴിച്ചു, പൊട്ടിയ പാക്കറ്റിൽ നിന്ന്. എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു, സാർ ബിസ്ക്കറ്റ് കഴിച്ചോളൂ. ഞാൻ പറഞ്ഞു, നന്നായി ഭക്ഷണം കഴിച്ചാണ് വന്നിരിക്കുന്നത്. ഇതിന് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഒന്നും കഴിക്കാറില്ല, നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കാറില്ല. ഒന്നാമത് ഞാൻ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വെള്ളദാഹം വരും. അതിന് ദിവസം എന്തെങ്കിലും വെള്ളം ഉണ്ടോ, കഴിച്ചോളൂ, ഒരു കമ്പനിക്ക് കഴിച്ചോളാൻ പറഞ്ഞു. അയാൾ എന്നെ ബിസ്ക്കറ്റ് കഴിപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്ക്കറ്റ് കഴിക്കണം ഞാൻ. അയാൾ എടുത്ത് തന്ന ബിസ്ക്കറ്റ് കഴിക്കണം. എനിക്കറിയാം ഈ സാധനം വെച്ചിരിക്കുന്ന സോക്സിലാണെന്നും പിന്നെ അതുപോലെ തന്നെ പൊട്ടിയ പാക്കറ്റാണെന്നും എനിക്കറിയാം. അങ്ങനെ അന്നത്തെ കാലങ്ങളിലെല്ലാം മടനാട്ടിൽ സഞ്ചരിക്കുന്ന കാലത്ത്, ഇപ്പോൾ നമ്മുടെ റായ്പൂർ ഏരിയകളിലും മറ്റു സ്ഥലങ്ങളിലും ആൾക്കാരെ മയക്കിക്കിടത്തി, അതിന് പ്രത്യേക ഇതൊക്കെയുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം എങ്ങനെയാണെന്നുള്ളത്. ആൾക്കാരെ മയക്കി ഉറക്കി അവരെ ലൂട്ട് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് പാസഞ്ചേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ. പാസഞ്ചർ കണ്ടു കഴിഞ്ഞാൽ അവരെ ലൂട്ട് ചെയ്യും. അപ്പോൾ എനിക്കിതെല്ലാം അറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ട്രാവലിങ്ങിൽ നമ്മൾ എത്രമാത്രം ഉഷാറാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വർഷങ്ങളായിട്ടുള്ള ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ടും മറ്റുള്ളവർ പറഞ്ഞു കേട്ടതുകൊണ്ടും നമ്മൾ കുറേ ഉഷാറാണ് ട്രാവലിങ്ങിൽ. അപ്പോൾ ഞാൻ ആ ബിസ്ക്കറ്റ് വാങ്ങിച്ചില്ല. കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുത്തു. അയാളും കോയമ്പത്തൂർക്ക് ടിക്കറ്റ് എടുത്തു, ഞാനും കോയമ്പത്തൂർക്ക് ടിക്കറ്റ് എടുത്തു. രണ്ടുപേരും കോയമ്പത്തൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സേലം കഴിഞ്ഞ് ഈറോടെത്തിയപ്പോൾ ഈ വിദ്വാൻ ബ്രീഫ് കേസ് എടുത്തുകൊണ്ടൊരു പോക്ക് പോയി. ഇയാളുടെയും എൻ്റെയും ബ്രീഫ് കേസ് ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രീഫ് കേസ് എൻ്റെ കാലിൻ്റെ ഇടയിൽ വെച്ചിരിക്കുക. ഇരിക്കുന്ന സീറ്റിൻ്റെ കാലിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ മീതെ ഗാരേജിൽ വെക്കാൻ പോയില്ല. മീതെ ലഗേജ് വയ്ക്കുന്ന സ്ഥലമുണ്ട്, ഞാൻ അവിടെ വെച്ചില്ല. ബ്രീഫ് കേസ് ഒരേ ടൈപ്പാണെന്ന് കണ്ടതുകൊണ്ട് ഞാനതിൻ്റെ കാലിൻ്റെ ഇടയിലാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് ഈടോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇയാൾ ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കണ്ടക്ടറെ വിളിച്ചു ചോദിച്ചു, സാർ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ കോയമ്പത്തൂരിലാണ് ടിക്കറ്റ് എടുത്തത്. കോയമ്പത്തൂർക്ക് ടിക്കറ്റ് എടുത്ത ആൾ ഈടോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അയാൾ പിന്നെ വന്നില്ലല്ലോ, ബ്രീഫ് കേസ് എടുത്തുകൊണ്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞു, അയാളെ കാത്തു നിൽക്കാനൊന്നും പറ്റില്ല. അയാൾ പോയിട്ടുണ്ടെങ്കിൽ ബ്രീഫ് കേസ് എടുത്താണ് പോയെങ്കിൽ ഒന്നുകിൽ പറഞ്ഞു പോകണം. ബസ് ഇവിടെ നമ്മൾ അരമണിക്കൂർ നിർത്തിയിട്ടുണ്ട്, ഇത്രയും സമയത്തിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ അയാൾ വന്നില്ലെങ്കിൽ അയാൾ ഇവിടെ ഇറങ്ങിപ്പോയെന്ന് വേണം കണക്കാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അയാളെ ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇവിടെ ബസ്സിൽ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ നിങ്ങൾക്ക്? സാർ അതെന്താ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ ഇവിടെ കയറി വന്നു, ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു. മാത്രമല്ല അയാൾ എന്നോട് ബിസ്ക്കറ്റ് കഴിക്കാൻ പറഞ്ഞു. ഈ ബിസ്ക്കറ്റ് അയാൾ സോക്സിൽ നിന്നെടുത്ത് പൊട്ടിയ പാക്കറ്റായിരുന്നു അത്. അപ്പം നിങ്ങളുടെ ഈ വഴിയിൽ എങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഡ്രൈവർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. ഡ്രൈവറും വലിയ ദൂരമില്ല. ഡ്രൈവർ അവിടെ നിന്ന് ഒരു ചാട്ടം, സാർ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല ഈ കാര്യങ്ങളെല്ലാം? സേലം കോയമ്പത്തൂർ വഴിയിൽ ആഴ്ചയിൽ ഒരിക്കലും ഒരുവൻ്റെ ബ്രീഫ് കേസ് മിസ്സാവുന്നുണ്ട്. ബ്രീഫ് കേസ് മാറിയതായിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇത്തരക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പറയേണ്ടത്? 1ാം ക്ലാസ്സിലെ കുട്ടിയെ പോലെ അയാൾ ബിസ്ക്കറ്റ് തിന്നാൻ തന്നു, ഞാൻ തിന്നില്ല എന്ന് പറയണോ? അല്ലെങ്കിൽ അയാൾ എന്നോട് ഒന്നും ചെയ്യാതെ ഞങ്ങൾ സൗമ്യമായിട്ടും സമാധാനമായിട്ടും വർത്തമാനം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണോ? എനിക്ക് പറയാൻ എന്താണ് അവിടെ ഉള്ളതൊന്നുമില്ല. കാരണം അയാൾ ഇറങ്ങിപ്പോയത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, അയാൾ ഇറങ്ങിപ്പോയി എന്നുള്ളതും എനിക്ക് ഇത്രയല്ലേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സേലം കോയമ്പത്തൂർ ഏരിയയിൽ അന്നത്തെ കാലത്ത് ബിസിനസ്സുകാരനായി നടിച്ച് ഒരു ബ്രീഫ് കേസ്, അതുപോലെയുള്ള ബ്രീഫ് കേസ് കയ്യിലുള്ള ആൾക്കാർ, അവരുടെ കയ്യിലുള്ള ബ്രീഫ് കേസ് ഉണ്ടാവും. അതേ ഡിറ്റോ ബ്രീഫ് കേസ് ഏത് ബിസിനസ്മാൻ്റെ കയ്യിലാണോ ഉള്ളത് അവിടെ അവർ വന്ന് കയറും.
അപ്പോൾ ബിസിനസ്സുകാരാകുമ്പോൾ അതിൻ്റെ ആ ലഗേജ് വയ്ക്കുന്ന ഗ്യാരേജിലാണ് എല്ലാം വയ്ക്കുക. ഇയാളും അവിടെ കൊണ്ടു നോക്കിയ അയാളുടെ ബ്രീഫ് കേസ്. ഇയാൾ രാത്രിയിൽ വണ്ടി എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ്റെ ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. രാവിലെ ബിസിനസ്സുകാരൻ ഇറങ്ങുന്ന സമയത്ത് അയാൾക്കയാളുടെ ബ്രീഫ് കേസ് കാണും. കാരണം അതിൻ്റെ ഒരു ഡിറ്റുമാണ്. അപ്പോൾ അയാൾ ബാഗും ബ്രീഫ് കേസും എടുത്ത് അയാളും പോകും. ഒരുപക്ഷെ ഈ ബ്രീഫ് കേസിന് കനലില്ലെന്ന് കണ്ടുകൊണ്ട് ഒരുപക്ഷെ അയാൾ അവിടെ തന്നെ തുറന്നു നോക്കും, അല്ലെങ്കിൽ ഹോട്ടൽ മുറിയിലേക്കിട്ട് തുറന്നു നോക്കുക. അപ്പോഴാണ് ഈ അബദ്ധം മനസ്സിലാവുന്നത് ഈ ബ്രീഫ് കേസ് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ നേരിട്ട് പോകുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഓഫീസിലേക്കാണ്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയി അവിടെ പോയി അവർ പറയും, സാർ ഇങ്ങനെ ബസ്സിൽ വെച്ചിട്ട് ബ്രീഫ് കേസ് മാറിയുണ്ട്, എൻ്റെ ബ്രീഫ് കേസ് കാണാനില്ല, നിങ്ങൾക്ക് വല്ല വിവരം കിട്ടിയിട്ടുണ്ടെന്ന് അവരോട് ചോദിക്കുക. അവർക്കും കിട്ടിയിട്ടില്ല. പോലീസിൽ FIR എഴുതും. പോലീസിൽ FIR എഴുതും. പോലീസിന് കാണാനാ, പോലീസിനൊന്നും അറിയില്ല എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആർക്കും അറിയില്ല. അന്ന് ഞാനത് പറഞ്ഞതിന് ശേഷമാണ് ഇവർ കുറേ ആ ഭാഗങ്ങൾ കുറച്ച് ബസ് ഡ്രൈവറും കണ്ടക്ടറും എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിന് അവർക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. കാരണം ബ്രീഫ് കേസ് പോകുന്നതെന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ, എങ്ങനെ പോകുന്ന അവർക്ക് അറിയില്ല കാര്യങ്ങൾ. അപ്പം ഇങ്ങനൊരു സംഭവം അന്നത്തെ കാലത്ത് സേലം, കോയമ്പത്തൂർ എന്നീ ഭാഗങ്ങളിൽ, മറ്റു ഭാഗങ്ങളിലോ എനിക്കറിയില്ല, എൻ്റെ അനുഭവം എങ്ങനെയാണ്, ഇങ്ങനൊരു ബ്രീഫ് കേസ് തട്ടിപ്പ് ഉണ്ടായിരുന്നു. നന്ദി, നമസ്കാരം. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും.